വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ അതിലത്തെ പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള എൻട്രികൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ലെസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, അത് മനസ്സിലായാലേ നമുക്കതിൻ്റെ പ്രോബ്ലംസും മനസ്സിലാവുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് പഠിച്ചു പോകാം. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ ലോഡ് പെയ്ഡ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ലോഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വോയിസ് ക്ലാസ് പ്ലസ് PDF നോട്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു ഫീസ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വായിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? എ ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ബൈ എൻ അക്കൗണ്ട് ഹോൾഡർ. പ്രത്യേകം ശ്രദ്ധിക്കണം, അക്കൗണ്ട് ഹോൾഡറാണത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ടു റീകൺസൈൽ ദ ബാങ്ക് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് വിത്ത് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് എക്സ്പ്ലെയിനിങ് ഡിഫറൻസസ്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാഷ് ബുക്കും ബാങ്കിൻ്റെ കയ്യിലുള്ള ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുക അല്ലേ, പാസ്ബുക്ക് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാകുമ്പോൾ അത് ഒരേപോലെ ആക്കാൻ വേണ്ടി ഉള്ള ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് എന്ത്, ഈ ബാങ്ക് റീകൺസിൽ BRS എന്ന് നമുക്ക് BRS എന്ന് പറയാം കേട്ടോ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ BRS എന്ന് പറയാം. അപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡറാണിത്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ കസ്റ്റമർ ആണെന്ന് പറയാം. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഓപ്ഷനിലുള്ളത് അവരാണ് കസ്റ്റമർ ആവാം, അക്കൗണ്ട് ഹോൾഡർ ആവാം, ഡെപ്പോസിറ്റർ ആവാം, ഇതൊക്കെ കൊടുക്കാം ഓപ്ഷനിൽ കേട്ടോ. ഇവരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ട് ഹോൾഡറാണ്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റർ ആണ്, അല്ലെങ്കിൽ കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ക്യാഷ് ബുക്കും ഉണ്ട്, ഒന്ന് പാസ്ബുക്കും ഉണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ബിസിനസ് ഓർഗനൈസേഷനാണ് നോർമലി ക്യാഷ് ബുക്കല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം രണ്ട് കോളം നമുക്കറിയാം. ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് എഴുതാനൊരു കോളം ഉണ്ടാവും, ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് എഴുതാനൊരു കോളം ഉണ്ടാവും. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസൊക്കെ അതിലാണ് എൻ്റർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പാസ്ബുക്ക്, നമ്മുടെ കയ്യിൽ പാസ്ബുക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ബാങ്കിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫോം ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ബുക്ക് അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ പാസ്ബുക്ക് ഒറിജിനലി വെക്കുന്നത് ആരാണ്? പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കാണ്. നമ്മുടെ ആ പാസ്ബുക്കിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുമോ? ഞാൻ കാശ് കൊണ്ടിട്ടു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല, അത് ബാങ്ക് ചെയ്യണം. ഓക്കെ, ബാങ്ക് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ എൻട്രീസ് വരുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബാങ്കാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യുന്നത് ആരാണ്? ബാങ്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കും ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് ഓർഗനൈസേഷൻസുമാണ്. ഓക്കെ, അത് ആദ്യം പഠിക്കാം. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്നും പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്ക് ആണെന്നും പഠിക്കുക. ഈ ഡോക്യുമെൻ്റ് BRS ഉണ്ടാക്കുന്നത് അക്കൗണ്ട് ഹോൾഡർ ആവാം, ഡെപ്പോസിറ്റർ ആവാം, കസ്റ്റമർ ആവാം, ഇതും പഠിക്കാം. പിന്നെ നോക്കേണ്ടത് ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ഉണ്ടല്ലോ. ബാങ്ക് റെക്കോർഡ് ചെയ്യുമ്പം അതായത് നമുക്ക് ബാങ്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ബാങ്ക് അത് പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യും. നമ്മളാണെങ്കിൽ നമ്മുടെ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്കാണ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതിലെ ബാങ്ക് കോളത്തിലാണ്. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലാണ് എല്ലാ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇത് എന്തിനാണ് BRS ഉണ്ടാക്കുന്നത്? BRS ഉണ്ടാക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ മെക്കാനിസം ഓഫ് ഇൻറ്റേർണൽ കൺട്രോളാണ് എന്ന് പറയാം. കാരണം ബാങ്കിൽ കറക്റ്റായിട്ടുള്ള ബാങ്കും നമ്മുടെ സ്ഥാപനവുമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത്, അവിടുത്തെ ഒരു ആക്യുറസി നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതൊരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ് അതുപോലെയല്ല ഇത്. ബാലൻസ് ഷീറ്റ് അതൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ BRS നിർബന്ധമായിട്ട് ഉണ്ടാക്കണോ? വേണ്ട.
അപ്പോൾ BRS നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണോ ചോദിച്ചാൽ അല്ല, പക്ഷേ ഉണ്ടാകാം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മെക്കാനിസം ഓഫ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് BRS ഉണ്ടാക്കാം. അപ്പോൾ ഈ റീകൺസിലിയേഷൻ വിൽ ബ്രിങ് ഔട്ട് എനി എറേഴ്സ് ദാറ്റ് മേ ഹാവ് ബീൻ കമ്മിറ്റഡ്, ഒന്നെങ്കിൽ ഐദർ ഇൻ ദ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ പാസ്ബുക്കിലാവാം. ബാങ്കും മാൽ പ്രാക്ടീസസ് കാണിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഇത് റീകൺസിൽ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എനി അൺഡ്യൂ ഡിലേ ഇൻ ക്ലിയറൻസ്, ചെക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് കിട്ടാനുള്ള ഒരു ഡിലേ ഉണ്ടാവും അല്ലേ, അതൊക്കെ കാണിക്കാനും കൂടിയാണ് ഈ ഒരു റീകൺസിലിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ചെക്കുകൾ ഡിലേ ആയിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് എല്ലാ ചെക്കുകളും കറക്റ്റായിട്ട് ബാങ്കിൽ നിന്ന് കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ, അതൊക്കെ അറിയാൻ പറ്റും. ഒരു റെഗുലർ ആയിട്ടുള്ള റീകൺസിലിയേഷൻ ഡിസ്കറേജ് ചെയ്യും. എന്തിന്? അക്കൗണ്ടൻസ് ഓഫ് ദ ബാങ്ക് ഫ്രം എംബസിൽമെൻറ്റ് ഓഫ് ഫണ്ട് എംബസിൽ ചെയ്യാമല്ലോ അല്ലേ, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തൂടെ ഫണ്ടുകൾ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇത് അക്കൗണ്ടൻറ്റുമാരെ ഡിസ്കറേജ് ചെയ്യും. കാരണം ഫണ്ട് മുക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാം. മറ്റൊരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല, അത് ചെക്ക് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയാം? അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അറ്റ് എനി ടൈം ഇത് ചെക്ക് ചെയ്യാൻ പറ്റും, എനി ടൈം BRS ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. അത് ഡിസ്കറേജ് ചെയ്യുന്നത് അക്കൗണ്ടൻറ്റുമാരുടെ എംബസിൽമെൻറ്റ് ഓഫ് ഫണ്ടൊക്കെ ചെയ്യുന്നതിൽ നിന്നും അവരെ വിലക്കുന്നു. There have been many cases when the cashier merely made entries in the cash book but never deposited. ഇവിടെ ഫണ്ട് ഇറക്കി, പക്ഷെ ആ കാശ് എന്ത് ചെയ്തില്ല, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല. അങ്ങനെ ചെയ്യാം. They were able to get away with it only because of lack of reconciliationലെ ലാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കാം അല്ലേ. അപ്പം അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ കൂടി എന്ത് ഹെൽപ്ഫുള്ളാണ്, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമുക്ക് BRS ഉണ്ടാക്കാം. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ഔട്ട് ദ ആക്ച്വൽ ഓർ ട്രൂ പൊസിഷൻ ഓഫ് ദ ബാങ്ക് ബാലൻസ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ബൈ ഇൻകോർപ്പറേറ്റിംഗ് ദ എഫക്റ്റ് ഓഫ് എനി അൺക്ലിയർഡ് ഫണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ BRS നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറില്ല. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എന്താണ് കൺസെപ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഉണ്ടാകുന്നത് ബാങ്കിലെ കയ്യിൽ, അതായത് ബാങ്കിൻ്റെ കയ്യിലുള്ള പാസ്ബുക്കും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കും തമ്മിൽ? നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്മാനാണ്, ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മളൊരു ബിസിനസ്മാനാണ്, നമ്മളാണിത് ഉണ്ടാക്കുന്നത്, BRS ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് റീസൺ വരുന്നു? ഒന്ന് ടൈമിംഗ് ഡിഫറൻസ് ആണ്. ട്രാൻസാക്ഷൻസ് സംഭവിക്കുന്ന വേളയിൽ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ടൈമിംഗ് ഡിഫറൻസിൻ്റെ മൂലമാണ് ഇതുണ്ടാകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ എററുകൾ ഉണ്ടാകുമ്പോഴും ഇത് സംഭവിക്കാം. അപ്പോൾ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടൈംസ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് അറ്റ് 2 different times ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. അങ്ങനെ സംഭവിക്കാം. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈമിലാണ് അല്ലേ, ക്യാഷ് ബുക്കിലാണെങ്കിലും പാസ്ബുക്കിലാണെങ്കിലും. വാരീസ് ട്രാൻസാക്ഷൻസ് വിച്ച് ദ ബാങ്ക് ക്യാരീസ് ഔട്ട് ബൈ ഇറ്റ് സെൽഫ്. അതായത് ബാങ്ക് പല ട്രാൻസാക്ഷൻസും വിത്തൗട്ട് ഇൻറ്റിമേറ്റിംഗ് ദ കസ്റ്റമറെ അറിയിച്ചിട്ടല്ല ചെയ്യുന്നത്. കസ്റ്റമറോട് ചോദിച്ചിട്ടാണോ ബാങ്ക് സർവീസ് ചാർജ് ഈടാക്കുക? അല്ല, അവർക്കൊരു കറക്റ്റ് ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ദിവസം കട്ട് ചെയ്യണമെന്നുണ്ടാവും, അവരന്ന് കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടല്ല അവരിതൊന്നും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോൾ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞോളണമെന്നില്ല. ബാങ്ക് ചാർജ് ഇന്ന് വരുമോ, ഇൻട്രസ്റ്റ് കിട്ടിയത് എനിക്ക് ഇന്ന് കിട്ടുമോ, അത് ഇൻട്രസ്റ്റ് എൻ്റെ നിന്ന് പിടിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടല്ല, കസ്റ്റമറെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടല്ല ബാങ്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ബുക്കിൽ പല ട്രാൻസാക്ഷൻസും ചെയ്തു വെച്ചിട്ടുണ്ടാവും, നമ്മളതറിയില്ല. നമ്മളറിയണത് എപ്പോഴാണ്? സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലേ. അതുകൊണ്ട് അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടൊക്കെ. അപ്പോൾ അവരത് ഇടേണ്ട സമയമാകുമ്പോൾ അവരിടും. മെസ്സേജ് വരുമ്പോഴാവും നമ്മളറിയാം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴാവും അറിയാം, അല്ലെങ്കിൽ ഇതുപോലെ ബാങ്ക് റീകൺസീൽ ചെയ്യുമ്പോഴാവും നമ്മളറിയാം. അങ്ങനെ ഇനി എറേഴ്സ് സംഭവിക്കാം. മിസ്റ്റേക്സ് ഓർ എറേഴ്സ് മെയ്ഡ് ഇൻ പ്രിപ്പയറിങ് അക്കൗണ്ട്സ് ഐദർ ബൈ ബാങ്കിന് സംഭവിക്കാം, അല്ലെങ്കിൽ കസ്റ്റമർക്ക് സംഭവിക്കാം. അങ്ങനെ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതും ഒരു കാരണമാണ്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന പദം ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ ദ കമ്പനി
കമ്പനി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് ആഡഡ് ടു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്. അതിനെ പറയുന്നതാണ് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ ദ കമ്പനി ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ബീൻ ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ കമ്പനി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് ആഡഡ് ടു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്. അപ്പോൾ അതാണ് ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ NSF ചെക്ക് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ NSF ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സഫീഷ്യൻസി ഫണ്ട് എന്നാണ് പറയുന്നത്. NFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സഫീഷ്യൻറ്റ് ഫണ്ട്, അതായത് ചെക്ക് റിട്ടേൺ ചെയ്യില്ലേ, നമ്മൾ ചെക്ക് മടങ്ങുക എന്നൊക്കെ പറയില്ലേ. ഡ്രോയറുടെ അക്കൗണ്ടിൽ പണമില്ലാത്തത് മൂലം, ഇൻസഫീഷ്യൻറ്റ് ഫണ്ടായതും പണത്തിൻ്റെ അപര്യാപ്തത ഉള്ളത് കാരണം ചെക്ക് മടങ്ങുക എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഈ NSF ചെക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പം അതും കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി BRS എപ്പോൾ പ്രിപ്പയർ ചെയ്യാം? അറ്റ് എനി ടൈം, ഏത് സമയം വേണമെങ്കിലും BRS പ്രിപ്പയർ ചെയ്യാം. ഇത് ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ടൊന്നും അല്ല. പിന്നെ ഇത് കമ്പൽസറി ആണോ ചോദിച്ചാൽ കമ്പൽസറി അല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ബേസിക്കായിട്ട് ഇതിൽ ഈ ഒരു ഐഡിയ, ഇനി പറയാൻ പോണ ഈ ഐഡിയ മനസ്സിലായാലേ നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ഒരു പിക്ചർ കിട്ടുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫേവറബിളും ഉണ്ട്, ഫേവറബിൾ അല്ലാത്ത കണ്ടീഷനും ഉണ്ട്. ഫേവറബിളും ഉണ്ട്, അൺഫേവറബിളും ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡിങ് കൊണ്ട് കൊടുത്തിട്ടുള്ള രണ്ട് കേസും അൺഫേവറബിൾ ആണ്. ബ്ലൂ ഇങ്ക് കൊണ്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫേവറബിൾ കണ്ടീഷനാണ്. അപ്പോൾ അത് ആദ്യം പഠിച്ചു വയ്ക്കണം. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഫേവറബിൾ ആവുന്ന രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് വന്നു കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, ക്യാഷ് ബുക്ക് ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ കാണിക്കുക? ക്യാഷ് ബുക്ക് ബാങ്ക് കോളം എന്ന് എഴുതിക്കണത് എന്താ? നമ്മുടെ ക്യാഷ് ബുക്കിൽ 2 കോളം വയ്ക്കും, ഒന്ന് ക്യാഷ് കോളം, ബാങ്ക് കോളം വയ്ക്കും. അതിൽ ബാങ്ക് കോളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ബാങ്ക് കോളമാണ് ഇപ്പം BRSൽ പറയണത് മുഴുവൻ ബാങ്ക് കോളമാണ്. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം, അതാണ് ബാങ്ക് കോളം. ആ ബാങ്ക് കോളം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് ബാലൻസ്, അതായത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ഡെപ്പോസിറ്റ് ബാലൻസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ്, അതായത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ്. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിറ്റാണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് ഡെപ്പോസിറ്റ് ബാലൻസ്. അപ്പോൾ അതെന്താണ്? അത് ഫേവറബിൾ ആണ്. ഓൾറെഡി ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ, അപ്പോൾ അത് ഫേവറബിൾ ആണ്, അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് ഡെപ്പോസിറ്റ് ബാലൻസ്, അത് ഫേവറബിൾ കണ്ടീഷനാണ്. അപ്പോൾ അതൊന്ന്. അടുത്ത ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ബുക്കിൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. പാസ്ബുക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് എടുക്കുക. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്സ് ഡെപ്പോസിറ്റ് ബാലൻസ്, അതും ഫേവറബിൾ ആണ്. പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, നമ്മളെ പാസ്ബുക്കിന് നമ്മളൊരു കാശ് കൊണ്ടിട്ട് ക്രെഡിറ്റിലല്ലേ കാണിക്കുക, നമുക്ക് ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഒരാൾ നമുക്ക് 10,000 രൂപ ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്യുക. നമ്മളൊരു സാധനം പോയി പർച്ചേസ് ചെയ്ത ഡെബിറ്റ് അല്ലേ വരിക. പാസ്ബുക്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും, ക്യാഷ് ബുക്കിലും കൂടി അങ്ങനെ കത്തിക്കുക, അപ്പോൾ ശരിയായി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്, അത് ഫേവറബിൾ കണ്ടീഷനാണ്. എന്നാൽ ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലും ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്, അതും ഫേവറബിൾ ആണ്. ഇത് രണ്ടും ഫേവറബിൾ. അപ്പോൾ ഇതിൻ്റെ ഉൾട്ടയാണ് അൺഫേവറബിൾ ആവുക കേട്ടോ. ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് വന്നു, ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് വന്നു, അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്, അൺഫേവറബിൾ ആണ്. കാരണം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ, അറിയാലോ ഓവർ ഡ്രാഫ്റ്റ് സാധാരണ സേവിങ്സ് അക്കൗണ്ടിന് പ്രൊവൈഡ് ചെയ്യാറില്ല. ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടും അതുപോലെ ബാങ്കിന് കുറച്ചും കൂടി പ്രയോജനമുള്ള ആൾക്കാർ, ബിസിനസ്മാൻ പേഴ്സൺസിനും ട്രേഡേഴ്സിനും, ബിസിനസ് ആണല്ലോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്ക് VRS ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് വരുമ്പം അത് അൺഫേവറബിൾ കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ, ദ എമൗണ്ട് ഡ്രോൺ ബൈ ദ കസ്റ്റമർ ഓഫ് എ ബാങ്ക് ഇൻ എക്സസ് ഓഫ് ഹിസ് ഡെപ്പോസിറ്റ് ബാലൻസ്. തൻ്റെ ഡെപ്പോസിറ്റിലുള്ളതിനേക്കാൾ കവിഞ്ഞ് ആൾ എന്ത് ചെയ്യുക,
എമൗണ്ട് വിഡ്രോൺ ചെയ്യുക. അതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നോർമലി അത് ഏത് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് കൊടുക്കുക? കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓവർ ഡ്രാഫ്റ്റ് കേസിൽ ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക് വിൽ ഹാവ് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് വിൽ ഹാവ് ഡെബിറ്റ് ബാലൻസ് കേട്ടോ. ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ ക്യാഷ് ബുക്കിന് വിൽ ഹാവ് ക്രെഡിറ്റ് ബാലൻസ്, ക്യാഷ് ബുക്കിന് വിൽ ഹാവ് ക്രെഡിറ്റ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ. പാസ്ബുക്കിനാണെങ്കിലോ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസും ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. അത് രണ്ട് കണ്ടീഷനാണെങ്കിലും അൺഫേവറബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫേവറബിൾ കണ്ടീഷനാണ് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ രണ്ട് കണ്ടീഷനും പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺഫേവറബിൾ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബ്ലൂ മാത്രം പഠിച്ചോളൂ, റെഡ് പിന്നെ നിങ്ങൾക്ക് അതൊന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീസൺസ് ആണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഡിഫറൻസ് സംഭവിക്കാം എന്ന് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, കുറേ അങ്ങനെ നമ്മൾ പിന്നെ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി പോവാം. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി റെഡിയാക്കാം കേട്ടോ. വെൻ ദ ബിസിനസ് മാൻ കമ്പയർസ് ബാങ്ക് ബാലൻസ് ഓഫ് ഇറ്റ്സ് ക്യാഷ് ബുക്ക് വിത്ത് ദ ബാലൻസ് ഷോൺ ബൈ ദ പാസ്ബുക്ക് ദർ ഈസ് എൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഡിഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ഫേം ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് പേയ്മെൻറ്റിന് എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ല. അപ്പോൾ അതൊരു നല്ല കേസാണ്. കാരണം ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ചെക്ക് ഇഷ്യൂ ചെയ്തു. ഫേം ബിസിനസ് ഫേം ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ബിസിനസ്സിൻ്റെ കൺസെപ്റ്റിൽ ഇമ്മീഡിയറ്റ്ലി അവരെന്ത് ചെയ്യും, അവർ പിന്നെ ഫേം ചെയ്തുല്ലോ. അപ്പോൾ ചെയ്ത കാരണം തന്നെ അവർ കാശ് പോയതായി കണക്കാക്കും. പക്ഷേ ഈ മേടിക്കുന്ന ആൾ റിസീവിങ് പേഴ്സൺ മേ പ്രസൻറ്റ് ദീസ് ചെക്ക് ടു ദ ബാങ്ക് ഫോർ പേയ്മെൻറ്റ് ഓൺ സം ലേറ്റർ ഡേറ്റ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അയാളിപ്പോൾ ആ കിട്ടിയ പാടെ ബാങ്കിലേക്ക് പോയിട്ട് മാറ്റണം എന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് എപ്പോഴാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത്? ഫേംസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇറക്കുക. ബാങ്ക് എപ്പോഴാണ് ഫേംസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇറക്കുക എന്ന് വെച്ചാൽ ചെക്ക് പ്രസൻറ്റ് ചെയ്യണം പേയ്മെൻറ്റിന്. അപ്പം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ അത് ഇറക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ചെക്ക് ഇഷ്യൂ ചെയ്തതും ബീയിങ് പ്രസൻറ്റ് ചെയ്തതും ഉള്ള ആ ഒരു ടൈം പീരീഡിൽ ഇവിടെ റീകൺസിലേറ്റ് അല്ലേ, അവിടെ ഒരു വ്യത്യാസം വരും. ദിസ് മേ കോസ് ഡിഫറൻസ് ടു ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ആ ഒരു കാലയളവിൽ ഇവിടെ ബാങ്ക് റീകൺസിലേഷൻ തയ്യാറാക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. അയാൾ കൊടുത്തിട്ടില്ല, അയാൾ ചെക്കും കയ്യിൽ വെച്ച് പോയി. പക്ഷേ നമ്മളെന്ത് ചെയ്തു, നമ്മൾ കൊടുത്തതായി കണക്കാക്കി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കാശ് ഇറക്കി. പക്ഷേ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഇറക്കിയിട്ടില്ല, ബാങ്കിൽ അതേപോലെ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ലാസ്റ്റ് പഠിക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കേസ് മാത്രം പഠിച്ചു പോവാം, എന്നിട്ട് പിന്നെ ആഡ് ചെയ്താൽ ലെസ് ചെയ്താന്നൊക്കെ നമുക്ക് അപ്പോൾ പറയാം. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ഫേം ബട്ട് നോട്ട് യെറ്റ് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു ബിസിനസ് ഫേമിൻ്റെ കൺസേണിലാണെങ്കിൽ ബിസിനസ് ഫേം എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു, കാശ് ഇറക്കി, നമ്മളെ അക്കൗണ്ടിൽ നിന്നും കാശ് പോയതായി സങ്കല്പിച്ചു. പക്ഷേ ബാങ്കിൽ അയാൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാത്തത് കാരണം ബാങ്കിനത് ഇറക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ പേയ്മെൻറ്റിന് ചെക്കും കൊണ്ട് വന്നിട്ടില്ല. വന്നാലല്ലേ ബാങ്കിന് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ബാങ്ക് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല ചെക്ക് കൊടുത്തത്. അപ്പോൾ അതൊരു കേസാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരു കേസ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. അപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷേ കളക്ട് ചെയ്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെക്ക് ഇഷ്യൂഡും ചെക്ക് ഡെപ്പോസിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നമ്മൾ നേരത്തെ കണ്ടത് ചെക്ക് ഇഷ്യൂഡാണ്. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു, അതാണ് ചെക്ക് ഇഷ്യൂഡ്. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു അല്ലേ. പക്ഷേ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് മാറ്റണം, നമ്മൾക്ക് കാശ് മാറ്റാനാണ് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ, അതായത് എനിക്ക് ഒരു ചെക്ക് കിട്ടി,
ബിസിനസ്സായ എനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണറായ എനിക്കൊരു ചെക്ക് കിട്ടിയപ്പം ഞാനത് എൻ്റെ അക്കൗണ്ടുള്ള ബാങ്കിൽ കൊണ്ടു കൊടുത്തു. അതാണ് ഈ ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറയുമ്പം. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ ബാങ്കിലിടുക ചെയ്യണം. നമുക്ക് കിട്ടിയ ചെക്ക് നമ്മുടെ ഡെറ്റർ തന്നതായിരിക്കും, അല്ലേ, നമുക്ക് തരാനുള്ള ആൾ തന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തന്നതായിരിക്കും. അങ്ങനെ തന്ന ഒരു ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എൻ്റെ അക്കൗണ്ടിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ക്ലിയർ ചെയ്തിട്ടില്ല, ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. അവർ കളക്ഷന് പോയിട്ടില്ല. ബാങ്ക് ചെന്ന അപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, എമൗണ്ട് കയറ്റിയിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തു, നമ്മൾ എമൗണ്ട് കയറ്റും. അതാണ് വ്യത്യാസം കേട്ടോ. വെൻ ചെക്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ദ ഫേം ഇമ്മീഡിയറ്റ്ലി എൻ്റർ ചെയ്യും എന്ത്, ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക്. ഇറ്റ് ഇൻക്രീസസ് ദ ബാങ്ക് ബാലൻസ്. നമ്മൾ വേഗം നമുക്ക് കിട്ടാനുള്ള 50,000 രൂപ ചെക്ക് കൊടുത്തു, അപ്പോൾ എനിക്ക് 50,000 രൂപ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. The firm immediately enters it on the debit side of the bank column of the cash book. It increases the bank balance. നമ്മുടെ കയ്യിൽ പക്ഷേ ആസ് പെർ ദ ക്യാഷ് ബുക്കാണ് ബാങ്ക് ബാലൻസ് കൂടിയത്. പക്ഷേ ബാങ്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബാങ്ക് ക്രെഡിറ്റ്സ് ദ ഫേംസ് അക്കൗണ്ട് ആഫ്റ്റർ ദീസ് ചെക്സ് ആർ ആക്ച്വലി റിയലൈസ്ഡ്. ആക്ച്വലി ഈ ചെക്ക് മാറി കിട്ടുമ്പോൾ മാത്രമാണ് ബാങ്ക് ചെയ്യുന്നത് എന്ത്, അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫ്യൂ ഡേയ്സ് ആർ ടേക്കൺ ഇൻ ക്ലിയറിങ്. ലോക്കൽ ചെക്കുകൾ ക്ലിയറിങ് ചെയ്യാൻ കുറച്ച് ദിവസം എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് ഇൻ കേസ് ഓഫ് ഔട്ട് സ്റ്റേഷൻ ചെക്ക് ആവാം, എന്താവാം. അപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതും എന്തിന് കാരണമാണ്, ഈ ബാങ്ക് റീകൺസീൽ ചെയ്യാൻ ആവശ്യമായ ഡിഫറൻസസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ചെക്ക് ഇഷ്യൂഡും ചെക്ക് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, നമുക്ക് ചെക്ക് നമ്മൾ കൊടുക്കുകയാണ്, അല്ലേ, ചെക്ക് നമ്മൾ എഴുതി കൊടുക്കുകയാണ്, അയാൾ അതും കൊണ്ട് പോയി. മറ്റേ ചെക്ക് നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ മാറാൻ വേണ്ടി ബാങ്കിൽ കൊണ്ട് കൊടുത്തു. രണ്ടും രണ്ട് കേസാണ് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതെന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ് നമുക്ക് പറയാം. എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. അടുത്ത കേസ് പറയുന്നത് എമൗണ്ട് ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. എനിക്ക് തരാനുള്ള പൈസ ഒരാൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, ഡയറക്റ്റ്ലി എവിടെ ഇടുകയാണ്, ബാങ്കിലിടുകയാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല ബാങ്കിലിടുന്നത്. അയാൾ എന്നോട് പറഞ്ഞിട്ടല്ല ബാങ്കിലിടുന്നത്. എനിക്ക് തരാനുള്ളത് അയാൾ ചിലപ്പം എന്തെങ്കിലും ക്ലിയറിങ് സർവീസോ അല്ലെങ്കിൽ ഇപ്പം നമുക്കങ്ങനെ അയക്കാമല്ലോ, ഓൺലൈൻ വഴിക്കൊക്കെ ഇടുകയാണ്. അപ്പോൾ ഡെപ്പോസിറ്റിൽ കയറിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ ബാങ്കിൽ കൂടി. എൻ്റെ കൂടുമോ, എൻ്റെ കൂടിയിട്ടില്ല, കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല അത്. അപ്പോൾ അതും ഒരു കാരണമാണ്. എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. the bank account. Sometimes the debtors or the customers deposit money directly to firm's bank account, but the firm gets information only when it receives bank statement കിട്ടുമ്പോഴാണ് ബാങ്ക് അവർ അറിയുന്നത്. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ്സ് ദ ഫേംസ് അക്കൗണ്ട് വിത്ത് ദ എമൗണ്ട് റിസീവ്ഡ്, ബട്ട് ദ സെയിം എമൗണ്ട് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അതായത് ബാങ്ക് എപ്പോൾ കിട്ടുന്നു, എമൗണ്ട് 50 കിട്ടി, ഓക്കെ, 50,000 കിട്ടും, ക്രെഡിറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ക്യാഷ് ബുക്കിൻ്റെ അവസ്ഥ എന്താ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഓക്കെ, അങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്യുകയോ ഇല്ല. അപ്പോഴും ഡിഫറൻസസ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമാണ് എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്സ് അക്കൗണ്ട്. ഓക്കെ, എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അപ്പം മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ബാങ്ക് ചാർജ്. ബാങ്ക് ചാർജും ഇതുപോലെയാണ്. നമ്മളോട് പറഞ്ഞിട്ടല്ല ഫീസോ കമ്മീഷൻസോ ഈടാക്കുന്നത്. അവർ ഫ്രം ടൈം ടു ടൈം ഫോർ വാരിയസ് സർവീസസ് നമുക്ക് തരുന്ന, കസ്റ്റമേഴ്സ് അക്കൗണ്ടിന് തരുന്ന സർവീസസിൻ്റെ ഭാഗമായിട്ട് വിത്തൗട്ട് ഇൻറ്റിമേഷൻ, നമ്മളോട് ഇൻറ്റിമേഷൻ ചോദിച്ചിട്ടൊന്നും അല്ല അവർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കട്ട് ചെയ്യുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ ഫേമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷേ ബാങ്കിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ദ ഫേം റെക്കോർഡ്സ് ദീസ് ചാർജസ് ആഫ്റ്റർ റിസീവിങ് ദ ബാങ്ക് ഇൻറ്റിമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ ബാങ്ക് നമ്മുടെ അത് എടുത്തുണ്ടാവും, ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും ഒരു കാരണമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ദ ബാങ്ക്. ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ബാങ്ക് റിസീവ് ചെയ്യുകയാണ് കേട്ടോ. ബാങ്ക് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഷെയർസ് ആവാം. അക്കൗണ്ട് ഹോൾഡർ ഹെൽഡ് ചെയ്യുന്ന ഏതെങ്കിലും ഷെയറിൽ നിന്ന് ഇൻട്രസ്റ്റ് വന്നു, ബാങ്ക് അത് ക്രെഡിറ്റ് ചെയ്യും, അല്ലേ, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ സമയത്തും വ്യത്യാസം വരും. ബട്ട് ദ ഫേം ഡസ് നോട്ട് ഗെറ്റ് ദ ഇൻഫർമേഷൻ ടിൽ ദ റിസീവ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോഴാണ് ഫേം അറിയുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്തും ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും വിൽ ഡിഫർ.
അതൊരു കേസാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ദ ബാങ്ക്. ഓക്കെ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ദ ബാങ്ക് ഒരു കേസാണ് കേട്ടോ. അടുത്ത കേസ് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടയ്ക്കില്ലേ, ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് അടയ്ക്കുക, എന്തെങ്കിലും ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അടയ്ക്കുക. അങ്ങനെ അടയ്ക്കുമ്പോഴും ബാങ്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ബാങ്കിന് ഓൾറെഡി അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഏത് ഡേറ്റ് എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല. ബാങ്ക് അത് കറക്റ്റായിട്ട് എടുത്ത് അടച്ചോളും. അപ്പോൾ ബാങ്ക് മേക്ക് സർട്ടൻ പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ ആസ് പെർ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്. ടെലിഫോൺ ബില്ലായിക്കോട്ടെ, റെൻ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ടാക്സസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ സം ഓഫ് ദ എക്സ്പെൻസസ്. ദീസ് എക്സ്പെൻസസ് ആർ ഡയറക്ട്ലി പെയ്ഡ് ബൈ ദ ബാങ്ക് ആൻഡ് ഡെബിറ്റഡ് ടു ഫേംസ് അക്കൗണ്ട് അല്ലേ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദെയർ പേയ്മെൻറ്റ് അവരെപ്പോൾ അടച്ചു അപ്പം തന്നെ അവർ ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഫേം റെക്കോർഡ് ദ സെയിം ഓൺ റിസീവിങ് ഇൻഫർമേഷൻ. ബാങ്കിൽ നിന്ന് ഇൻഫർമേഷനോ മെസ്സേജോ ഒക്കെ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളത് നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യുന്നത് അല്ലേ, നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. സോ ആ സമയവും എന്താണ് ഇവിടെ എന്തുണ്ടാവും, ബാങ്ക് ബുക്ക് പാസ്ബുക്ക് വിൽ ഡിഫർ. ഓക്കെ, അതൊരു കേസാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ വന്നാലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഡിസോണർ ഓഫ് ചെക്ക് ബിൽ ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്ത ചെക്ക് ഡിസോണറായി എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു, പക്ഷെ ബാങ്കിന് കിട്ടിയാലേ ബാങ്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതാണ്, നമ്മൾ ചെക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു, കാശൊക്കെ മേടിച്ച് പോന്നു, നമ്മൾ കിട്ടിയെന്ന് എഴുതി, പക്ഷേ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് കറക്റ്റായി ഡിസോണറായെങ്കിൽ ബാങ്കിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാങ്കിനത് ലയബിളാണ്. സോ ബാങ്ക് അത് അങ്ങനെ കാണിക്കുക. പക്ഷെ നമുക്കോ, നമ്മൾ കിട്ടിയതായിട്ട് കണക്കാക്കും, അപ്പോഴും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ധാരാളം കേസസ് വരും, നോക്കാം. പിന്നെ എറേഴ്സാണ് കേട്ടോ. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഡിഫറൻസസ് വരാം. ഓക്കെ, പിന്നെ എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബൈ ബാങ്ക്. ബാങ്കിനും വല്ല എറർ സംഭവിക്കാം. സംടൈംസ് ബാങ്ക്സ് മേ ഓൾസോ കമ്മിറ്റ് എറേഴ്സ്. ഒമിഷൻസ് അല്ലെങ്കിൽ റോങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആവാം, ചെക്ക് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോഴും എന്താ, ക്യാഷ് ബുക്കും ബാലൻസും വിൽ നോട്ട് എഗ്രി ആവില്ല. നോർമൽ കണ്ടീഷൻസാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ഏത് ആഡ് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എവിടെ ആഡ് ചെയ്യണം, എവിടെ ലെസ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്, നമ്മൾ ഒറ്റ എണ്ണം പഠിച്ചാൽ മതി. ആസ് പെർ ക്യാഷ് ബുക്ക് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഫസ്റ്റ് ക്യാഷ് ബുക്കിൻ്റെ കാര്യം മാത്രം. കാരണം നമ്മൾ ഒരു ബിസിനസ് എൻ്റർപ്രണർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബിസിനസ് കൺസേണിൻ്റെ ക്യാഷ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യൂവിൽ മാത്രം കാണാം. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് വെറും നോർമലി തന്നു കഴിഞ്ഞാൽ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓവർ ഡ്രാഫ്റ്റ് ഇല്ല. എന്തായാലും ഡെപ്പോസിറ്റ് കേസാണ് അവർ പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് മാത്രം തന്നാൽ അതിൻ്റെ അർത്ഥം അവിടെ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്, അവിടെ ഡെപ്പോസിറ്റ് ബാലൻസ് ആണെന്നാണ്. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്യും കേട്ടോ. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യും. അപ്പോഴാണ് അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് എടുക്കേണ്ടത്. അല്ലാത്ത ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഇവിടെ പ്രോബ്ലം തരുമ്പം നോർമലി ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് പ്രത്യേകം പറയും. ഓക്കെ, അപ്പോൾ ഫേവറബിൾ കണ്ടീഷനാണ്. അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ വെച്ച് നമ്മൾ തുടങ്ങുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഓരോ കേസുകളും ആഡ് ചെയ്യണോ, ലെസ്. അപ്പോൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്, നമ്മൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് നമ്മൾ എഴുതി കറക്റ്റായിട്ട് എഴുതി. ഡെബിറ്റാണ്, അപ്പോൾ പിന്നെ ഡെപ്പോസിറ്റ് ബാലൻസ് ആണ്. സോ ഡെബിറ്റ് കോളും ഉണ്ടാവും, ക്രെഡിറ്റ് കോളും ഉണ്ടാവും. ഡെബിറ്റ് കോളത്തിൽ എഴുതി നമ്മൾ. ഓക്കെ, 3 കോളാണ് ഉണ്ടാവുക. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്ത് എഴുതി, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് കോളത്തിൽ നമ്മുടെ എമൗണ്ട് എഴുതി. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യുക. ലെസ് ചെയ്യുമ്പം അത് ക്രെഡിറ്റിൽ എഴുതുക ചെയ്യുക. പിന്നെ ബാലൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ കണ്ടീഷൻസും എന്താണെന്ന് വായിക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളത് മെൻഷൻ ചെയ്ത് എഴുതുക. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ആണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ എവിടെ എത്തിയിട്ടില്ല? പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റിന് വേണ്ടി എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ബാങ്കിനൊരു ബാലൻസ് ഉണ്ടല്ലോ. ബാങ്കിന് ഓൾറെഡി ഒരു ബാലൻസ് ഉണ്ട്. ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഓൾറെഡി ബാലൻസ് ഉണ്ട്. ആ ഒരു പാസ്ബുക്കിലേക്ക് എത്താൻ ബാങ്ക് എന്താണോ ചെയ്തിട്ടുള്ളത് അത് നമ്മളും ചെയ്യണം. എന്നാലല്ലേ നമ്മുടെ ബാലൻസും അവരുടെ ബാലൻസും തമ്മിൽ ഈക്വൽ ആവുള്ളൂ, അല്ലേ? എവിടെയാണോ എറർ സംഭവിച്ചത് ആ എറർ നമ്മളും അതേപോലെ ചെയ്താൽ മാത്രമേ അത് ആവുള്ളൂ. ഇനി അവർ തെറ്റാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? ആ തെറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അതന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. പ്രസൻറ്റ് ചെയ്യാത്ത കാരണം ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? ബാങ്ക് അത് ഇറക്കിയിട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തു? അപ്പം തന്നെ ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് എമൗണ്ട് എഴുതി, പക്ഷെ ബാങ്ക് എഴുതിയിട്ടില്ല. അപ്പോൾ ബാങ്ക് എഴുതാത്തത് കൊണ്ട് ബാങ്ക് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. അപ്പോൾ ബാങ്കിലേക്ക് എത്തണമെങ്കിൽ ബാങ്കിൻ്റെ എമൗണ്ട് അവിടെ തന്നെ ഉണ്ട്, കാരണം അവർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ബാങ്കർ കൂട്ടിയാണ് കാണിച്ചത്, അല്ലേ? ബാങ്കർ ഇറക്കിയിട്ടില്ല. കാരണം ആ സമയത്ത് ബാങ്കിന് എന്ത് വന്നിട്ടില്ല? പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കാരണം ബാങ്ക് ആ എമൗണ്ട് കൂട്ടിക്കാണിച്ചിട്ടില്ല, നമ്മൾ കൂട്ടിക്കാണിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാങ്കർ എവിടെയാണോ കൂട്ടുന്നത് അവിടെ നമ്മളും കൂട്ടണം. അങ്ങനെ കൂട്ടി കാണിക്കണം കേട്ടോ. ബാങ്കർ ചെയ്ത പോലെ കാണിച്ചാൽ മാത്രമേ രണ്ടും എന്താവുള്ളൂ? ഒരേപോലെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ബാങ്ക് കൂട്ടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, നമ്മളാണ് കാണിക്കുന്ന വ്യത്യാസം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് അവിടെ കൂട്ടി കാണിച്ച പോലെ നമ്മളും കൂട്ടി കാണിക്കണം. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ആഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഒരു 4-5 ഐറ്റേ ഉള്ളൂ, 4 ഐറ്റേ ഉള്ളൂ. അപ്പോൾ 4 ഐറ്റം അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, അതിന് കാരണം ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോഴേ നമുക്ക് പെട്ടെന്ന് അങ്ങ് കത്തും. കാരണം അങ്ങ് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കത്തും. പിന്നെ ക്യാഷ് ബുക്കിൻ്റെ ആ ഒരു ഇതിൽ മാത്രം ചിന്തിക്കുക. ബിസിനസ്സുകാരൻ്റെ വ്യൂവിൽ ക്യാഷ് ബുക്കിലാണ് നമ്മുടെ ബാലൻസ് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് എത്തിക്കേണ്ടത്. കാരണം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങുമ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് എത്തേണ്ടത്. അത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലാണ് നമുക്ക് ഫേവറബിൾ ആവുക. ഓക്കെ, ഇവിടെ ഫേവറബിൾ ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫേവറബിൾ ആക്കാനാണ് നമ്മൾ നോക്കലല്ല, കറക്റ്റായിട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബാലൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അവരത് ഇറക്കാത്ത കാരണം നമ്മളും ആഡ് ചെയ്ത് കാണിച്ചു. അവരിറക്കുന്ന സാധനങ്ങൾ മാത്രം, കുറയ്ക്കുന്ന സാധനങ്ങൾ നമ്മൾ കുറച്ച് കാണിക്കുക. അവർ ഒന്നും ചെയ്തിട്ടില്ല, അവരുടെ എമൗണ്ട് അവിടെ തന്നെ ഉണ്ട്. സോ നമ്മളാണെങ്കിൽ അപ്പോൾ ആ എമൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളത് ആഡ് ചെയ്ത് കാണിക്കുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ കുറയ്ക്കാൻ പാടില്ലായിരുന്നു, അല്ലേ? നമ്മൾ കുറച്ച് കാണിച്ചു. 50,000 ചെക്ക് കൊടുത്തല്ലോ, അയാൾ ഇപ്പം തന്നെ പോയി മാറുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. പക്ഷെ ബാങ്ക് കുറച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് കുറയ്ക്കാത്തത് കാരണം നമ്മൾ ആഡ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഈ ഒരു രീതിക്ക് ചിന്തിച്ചാൽ മതി. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. രണ്ടാമത്തത് ഡയറക്റ്റ് ഡെപ്പോസിറ്റാണ്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ടിൽ, പക്ഷേ നമ്മുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ടാണ്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്കാണ്. നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതും നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഡയറക്റ്റായിട്ട് എത്തി, പക്ഷേ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ അത് ആഡ് ചെയ്യുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് ഡിവിഡൻഡൊക്കെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് ഡിവിഡൻഡൊക്കെ ക്രെഡിറ്റ് ചെയ്യണം ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പം
ബാങ്ക് ആഡ് ചെയ്തിരുന്നു അല്ലേ, ബാങ്ക് ആഡ് ചെയ്തിരുന്നു. അപ്പം നമ്മളും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് വന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിയാത്ത കാരണം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യാനുള്ള കാരണം എന്താ, നമ്മൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടില്ല, നോക്കിയപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ അപ്പം ചെയ്തായിരുന്നു, നമ്മൾ അതിനാദ്യമേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ ഡിവിഡൻഡ് വന്നതും ബില്ല് വന്നതും ഇൻട്രസ്റ്റ് വന്നതും റെൻറ്റ് കളക്ട് ചെയ്തു ബാങ്ക്, ഇതൊക്കെ ക്രെഡിറ്റ് ചെയ്തു ബാങ്ക്, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ആകെ പാസ്ബുക്കിൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ റെക്കോർഡ് ചെയ്യണ്ടേ, വേണം. അപ്പം നമ്മളത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യണം, ആഡ് ചെയ്യാണ് ചെയ്യുക. മനസ്സിലായോ ആ കേസ്? അതേപോലെ ഇൻട്രസ്റ്റ് വന്നു, ഡിവിഡൻഡ് വന്നു, റെൻറ്റ് കളക്ട് ചെയ്തു, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, അത് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്തത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണ് കേട്ടോ, സേവിങ്സ് ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ FD ബില്ലാവാം, ഏതോ ഇൻട്രസ്റ്റ് ആവാം. ഓക്കെ, അതും നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കൂട്ടി കാണിച്ചിട്ടില്ല, ബാങ്ക് അത് കൂട്ടി കാണിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ബാലൻസിൽ നിന്നും ബാങ്കിൻ്റെ ബാലൻസിലേക്ക് എത്തണമെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് നമ്മൾ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് കളക്റ്റഡ് നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ ചെക്ക് പെയ്ഡ് ഫോർ കളക്ഷൻ, ചെക്ക് പെയ്ഡ് ഫോർ കളക്ഷൻ എന്താണ്, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അത് നോർമലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കണം. ഇനി ലെസ് ചെയ്യേണ്ട കേസ് എങ്ങനെയാണ്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. നമുക്ക് കിട്ടിയതാണ് നമ്മൾ ബാങ്കിലിടുന്നത്, ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പക്ഷേ ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, പക്ഷേ ബാങ്ക് അത് കളക്ട് ചെയ്തു, നമ്മളത് കിട്ടിയതായിട്ട് ട്രീറ്റ് ചെയ്തു, അത് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്കായി. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അത് ചെയ്തിട്ടില്ല. ബാങ്ക് ചെയ്യാത്തതു കാരണം നമ്മളത് കുറച്ച് കാണിക്കണം. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് നമ്മൾ ബാങ്ക് കളക്ട് ചെയ്താലേ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ചെയ്തത് തെറ്റായതുകൊണ്ടാണ് റീകൺസിൽ ചെയ്യേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് അത് ലെസ് ചെയ്ത് കാണിക്കുക. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ലെസ് ചെയ്ത് കാണിക്കുക. ബാങ്ക് ചാർജസും ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റൊക്കെ ഡെബിറ്റ് ചെയ്തു, പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തു. പക്ഷേ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല, ബാങ്ക് ചാർജസും ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയും എന്താണ്, ലെസ് ചെയ്യാണ് ചെയ്യുക. ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണർ ചെയ്തു. ഓൺലി എവിടെ മാത്രമേ ഉള്ളൂ, പാസ്ബുക്കിലാണ് അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതും എന്ത് ചെയ്യണം, നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഡിസ്കൗണ്ടഡ് ബില്ല് ഡിസോണേർഡ് റെക്കോർഡഡ് ഓൺലി ഇൻ പാസ്ബുക്ക്, ഇതൊക്കെ നമ്മൾ ലെസ് ചെയ്താണ് കാണിക്കുക. അപ്പോൾ അതൊക്കെയാണ് നോർമലായിട്ട് നമുക്ക് ലെസ് ചെയ്യാനുള്ള കാരണങ്ങൾ കേട്ടോ. അപ്പോൾ എന്തൊക്കെ ലെസ് ചെയ്യണം, എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് നോക്കാം, ഓരോ കേസസ് ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി നോക്കാം കേട്ടോ. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് നോട്ട് കളക്റ്റഡ്. ഓക്കെ, ചെക്ക് ബാങ്കിൽ കൊടുത്തു പക്ഷെ കളക്ട് ചെയ്തിട്ടില്ല, അത് നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുക. പിന്നെ അതുപോലെ ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് എന്തെങ്കിലും നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തുക. ഡയറക്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് നടത്തുന്നു ആസ് പെർ ഇൻസ്ട്രക്ഷൻ പ്രകാരമാവണം. ഓക്കെ, അപ്പോൾ അതും ലെസ് ചെയ്യുന്നു. ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നു, അത് ലെസ് ചെയ്യുന്നു. പിന്നെ ബാങ്ക് ചാർജസ് ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്നു, അതും ലെസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ബില്ലുകൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തു, ഡിസോണർ ചെയ്തു, അതും ലെസ് ചെയ്യുന്നു. അതൊക്കെയാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് ഡെബിറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ബാങ്ക് ഡെബിറ്റ് ചെയ്തു, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. ആ രീതിക്ക് ചിന്തിക്കുക കേട്ടോ. ഓരോ കേസ് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ശാന്തമായിരുന്നു ചിന്തിക്കുക, അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആഡ് ചെയ്യേണ്ട കാര്യം ലെസ് ചെയ്യേണ്ട കാര്യം ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് ചോദ്യമാണ് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളത്. അത് ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്.
ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലയബിലിറ്റിയാണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലയബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ആ രീതിക്ക് പഠിച്ചു വയ്ക്കുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ഡെപ്പോസിറ്റ് ആണെന്നും ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ആണെങ്കിൽ അത് ലയബിലിറ്റി ആണെന്നും ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ അത് നമ്മൾ ആ ഒരു പോയിൻ്റ് നമ്മൾ പഠിക്കണം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു ഭാഗത്തെ പോയിൻ്റാണ് ഏറ്റവും നിങ്ങൾ നോക്കിയിരിക്കേണ്ട പോയിൻ്റ്. ആ പോയിൻ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാം കിട്ടും അല്ലേ? ഈ ഫേവറബിൾ കണ്ടീഷനും അത് പഠിക്കണം. അത് പഠിച്ചാലേ നമുക്കതൊക്കെ കിട്ടും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ കേട്ടോ. ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വിൽ ഷെയർ എ ബാലൻസ് ഓഫ്. അപ്പോൾ അത് നോക്കാം. ഡെപ്പോസിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ പാസ്ബുക്കിന് ഏത് ബാലൻസ് ആണ് വേണ്ടത്? ഡെപ്പോസിറ്റ് ബാലൻസ് പാസ്ബുക്ക് വരണമെങ്കിൽ അത് ഫേവറബിൾ ആവണമല്ലോ. ഫേവറബിൾ ആവണമെങ്കിൽ അത് ഏത് ബാലൻസ് ആയിരിക്കും? പാസ്ബുക്കിനെ സംബന്ധിച്ച് ഫേവറബിൾ ആവുന്നത് ക്രെഡിറ്റ് ബാലൻസ് വരുമ്പോഴല്ലേ? അപ്പോൾ ഉത്തരം ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഷെയർ എ ബാലൻസ് എന്ന് ചോദിച്ചാൽ അത് ക്രെഡിറ്റ് ആണ് കേട്ടോ. ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ഓക്കെ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പണ്ടത്തെ ക്വസ്റ്റ്യനാണ്, പണ്ട് സ്ഥിരം ചോദ്യം അതാണ്, മാത്രമേ ചോദിക്കാറുള്ളൂ. കസ്റ്റമറാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കസ്റ്റമർ ആവാം, അക്കൗണ്ടിൻ്റെ ആൾ അല്ലേ, അവരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയാം. കസ്റ്റമറാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ കസ്റ്റമർ എന്ന് പറയാം. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പിന്നെ ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ്, ഇതിൻ്റെ കോസസിനെ പറയുന്ന പേര്, അതായത് ഇത് പുറത്ത് കൊണ്ടുവരിക, അതിൻ്റെ എക്സിസ്റ്റൻസും അത് ബ്രോട്ട് ലൈറ്റ് കൊണ്ടുവരുന്നതിനെ എന്താ പറയുക? റീകൺസീൽ ചെയ്യുക എന്നല്ലേ പറയുക? റീകൺസീൽ ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യനായിട്ട് 2020 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2020 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ദ ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ് ഈസ് ഡാഷ് ആൻഡ് കോസസ് ഓഫ് ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോട്ട് ഇൻ ടു ലൈറ്റ്. അതിന് പറയുന്നതാണ് റീകൺസീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ വേറൊരു നല്ല ക്വസ്റ്റ്യനാണ്, നമ്മുടെ 2023 ചോദിച്ചാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാം. ഒരു 10-25 ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് വർക്കായോ ഇല്ലയോ എന്ന് അപ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ പഠിച്ചു വെക്കൂ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് വർക്കായോ ഇല്ലയോ, കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കേട്ടോ. ആ രീതിക്ക് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തോളൂ. നോട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാം. അതായത് ഡിഫറൻസ്, ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് വരാത്ത ഒരു സാഹചര്യം ഏതാണെന്ന്, ഡിഫറൻസ് വരാത്ത സാഹചര്യം. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എറേഴ്സ് ഇൻ പാസ്ബുക്കിൽ എറർ വന്നാൽ ഡിഫറൻസ് വരുമോ? തീർച്ചയായിട്ടും വരും. ക്യാഷ് ബുക്കിൽ വന്ന എറേഴ്സ് വന്നാൽ ഡിഫറൻസ് വരുമോ? വരും. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, അപ്പോൾ ഡിഫറൻസ് വരുമോ? വരും. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് വന്നാൽ ഡിഫറൻസ് വരും അല്ലേ? പക്ഷേ ഈ കേസ് വരില്ല. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ക്ലിയർ ചെയ്തു, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ബാങ്ക് ക്ലിയർ ചെയ്തു, അപ്പോൾ വരുമോ? അപ്പോൾ വരില്ലല്ലോ. ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഡിഫറൻസ് വരിക. നമ്മൾ ചെക്ക് കൊണ്ടു കൊടുത്തു, ബാങ്ക് അത് മാറിയിട്ടില്ല, നോട്ട് ക്ലിയർഡ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എന്ത് വരിക? ഡിഫറൻസ് വരിക. ക്ലിയർ ചെയ്താൽ പിന്നെ ഡിഫറൻസ് വരില്ലല്ലോ, രണ്ടും ഈക്വലായില്ലേ. അവർ നോക്കിയതും നമ്മൾ പിന്നെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000 വരവ് വെച്ചു, അവരും വരവ് വെച്ചു, അപ്പോൾ പിന്നെ വരില്ല. ക്ലിയർ ചെയ്ത് അവർ വരവ് വയ്ക്കും, അപ്പോൾ വരില്ല. ആ ഒരു ഇടയിലുള്ള സമയത്താണ് ഡിഫറൻസ് വരുള്ളൂ. ആ ഒരു ടൈം ഗ്യാപ്പ്, അതാണ് പറഞ്ഞത്, ടൈം ഗ്യാപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. മേജർ റീസൺ അതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഇപ്പോൾ 2023 വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഒരു മാത്സ് പോലത്തെ പ്രോബ്ലം തന്നായിരുന്നു അല്ലേ, എമൗണ്ട് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം തന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിങ്ങനെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, നമുക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക കേട്ടോ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ പോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, അതായത് 2023 തോന്നുന്നുണ്ട് അല്ലേ, നമ്മളോടൊരു ക്വസ്റ്റ്യൻ സംശയം ചോദിച്ചായിരുന്നു. ആളാണ് എന്നോട് പറഞ്ഞത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക് എടുത്തത്. നമ്മളിപ്പോൾ കുറച്ചായിട്ട് ടോപ്പിക്ക് കുറവാണ് ചെയ്യൽ, എക്സാമിൻ്റെ തിരക്കുകൾ കാരണമാണ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, കുറേ അടുപ്പിച്ചടുപ്പിച്ച് എക്സാമുകളാണ്, നിറയെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്ക് കാരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് അക്കൗണ്ടൻസി ഇത്തിരി കൂടിയൊക്കെ നന്നായി പഠിക്കുക കേട്ടോ. എല്ലാവരും അക്കൗണ്ടൻസി ഇത്തിരി കൂടി നന്നായി ഉഷാറായിട്ട് പഠിക്കുക. നിറയെ അവസരങ്ങൾ വരുന്നുണ്ട്, എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വെൻ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു. ഡെബിറ്റ് ബാലൻസ് ആണ് പാസ്ബുക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇന്ന് പാസ്ബുക്കിൻ്റെയാണ് കേട്ടോ. പാസ്ബുക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, അത് ഓവർ ഡ്രാഫ്റ്റാണ്, അത് അൺഫേവറബിൾ ബാലൻസ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് കത്തണം. ഓക്കെ, അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക, ആൻസർ ചെയ്ത് വേണ്ടു. ഓക്കെ, അപ്പോൾ അത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ബാലൻസ് ആണ് അവിടെ ആദ്യം എടുക്കുന്നത്. നമ്മളിപ്പോൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടുള്ളതാണ് പറഞ്ഞത് അല്ലേ, നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നേരെ മറിച്ചാണ്. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് അലൗ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ നേരെ ഉൾട്ടയായിട്ടാണ് അവിടെ എഴുതേണ്ടത്. നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ആഡും ലെസ്സും ചെയ്തത്. അത് പാസ്ബുക്ക് വെച്ച് ചെയ്യുമ്പം നമ്മൾ ലെസ്സ് പറഞ്ഞതൊക്കെ ആഡ് ചെയ്യുകയും ആഡ് പറഞ്ഞതൊക്കെ ലെസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ലെസ്സ് പറഞ്ഞതൊക്കെ ആഡ് ചെയ്യും, ആഡ് പറഞ്ഞതൊക്കെ ലെസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് അലൗഡും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റും അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഡെബിറ്റഡ് പാസ്ബുക്ക് എന്ന് പറഞ്ഞ് കണ്ടത് ഇവിടെ നമ്മൾ ലെസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഡഡ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ദ ബാങ്ക് ഈസ് ആഡഡ് എന്ന് പറഞ്ഞിട്ടാണ് ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ അത് ആ രീതിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലൊന്ന് ചെയ്ത് പഠിക്കുമ്പം ഇത്തിരിയും കൂടി ക്ലാരിറ്റി വരും. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് ക്ലാരിറ്റി വരുത്തുക. കൺസെപ്റ്റിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്കെടുത്ത് ചെയ്തു നോക്കാം കേട്ടോ. ചോദിച്ചതും ചോദിക്കാത്തതുമായ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ ഡൗട്ടുകളും തീരും. എളുപ്പമുള്ള ഭാഗമാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് ഉള്ളത് വെച്ചെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഉഷാറാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.